ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ ഫ്രീ ക്ലാസ്സിൽ നിന്നും നമുക്ക് പെയ്ഡ് ക്ലാസ്സിലേക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി 10 നമ്മുടെ പെയ്ഡ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ മോതിരങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഒരുപാട് മോതിരങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരുപാട് മോതിരത്തിൻ്റെ വീഡിയോസ് ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ളതും അതുപോലെ ഐപ്പിൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 മോഡലാണ് കാണിക്കുന്നത്. ഐപ്പിന് ബീഡ്സ്, എലാസ്റ്റിക് ത്രെഡ്, പിന്നെ ഒരു സ്റ്റോണ്, ബീഡ്സ് നമ്മളൊരു ഫ്ലവർ ബീഡും അതിന് മാച്ച് ആയിട്ടുള്ള ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മെറ്റീരിയലൊക്കെയാണ് നമ്മൾ ഈ മോതിരത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഹെയർ ആക്സസറീസും ജ്വല്ലറിയും അതിനോടൊപ്പം തന്നെ എംബ്രോയിഡറിയുടെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മളിത് അവിടെ എലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിൻ്റെ വണ്ണം നോക്കുക. അതിന് ശേഷം അതിനെ കുറച്ച് കൂട്ടിയിട്ടിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് കെട്ടിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെയൊക്കെ ബീഡ്സിൻ്റെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബീഡ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ലാസ്റ്റിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മുടെ റിങ്ങിൻ്റെ ക്ലാസ്. അപ്പോൾ അതും ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇതിൽ നമ്മളൊരു 6 ബീഡാണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത്. 6 ബീഡ് കോർത്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ ബീഡും കൂടി കോർക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് കയ്യിൻ്റെ വണ്ണം വെച്ച് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റിലും അതേപോലെ തന്നെ ആ ബീഡ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് പോരാ, നിങ്ങൾ ഫുള്ളായിട്ട് ബീഡ് കോർത്തതിന് ശേഷം വേണം കറക്റ്റ് സൈസ് നോക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഒരു 6 ബീഡും കൂടി ഓപ്പോസിറ്റ് സൈഡിൽ കോർത്ത പോലെ തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ കെട്ടിക്കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ബീഡ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മളിത് കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ കെട്ടുന്ന പോലെ തന്നെയാണ് കെട്ടുന്നത്. ഒരു വട്ടം നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടി അതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം 2 വട്ടം ഇതുപോലെ കോർത്തിട്ട് കെട്ടിക്കൊടുക്കാം. ഈ ഒരു രീതി നമുക്ക് 2 വട്ടം ചെയ്ത് കൊടുക്കാം. പിന്നെ എലാസ്റ്റിക് ത്രെഡ് കുറച്ച് കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങളിത് 1 വട്ടം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു കെട്ട് അവിടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. എൻ്റെ എലാസ്റ്റിക് ത്രെഡിന് അത്ര അധികം കട്ടിയില്ല, 0.7 mm ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 വട്ടം അതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കെട്ടിനെ നമുക്ക് ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വലിച്ച് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇനി ബാലൻസ് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫസ്റ്റത്തെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലുള്ളത് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതുപോലെയുള്ള സിമ്പിൾ മെത്തേഡിലുള്ളതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കിട്ടും. നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിങ് റെഡിയായി. ഇനി നമുക്ക് അടുത്തത് ഒരു DIY മോഡലിൽ ചെയ്യാം. നമ്മുടെ ഐപ്പിന്നാണ് എടുത്തിരിക്കുന്നത്. ഐപ്പിന്നെ എടുത്ത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. എല്ലാ സൈഡും ഒരേ രീതിയിൽ വരുന്ന രീതിയിലൊന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഐപ്പിന്നിൻ്റെ ആ ഒരു ഹൂക്ക് ഉണ്ടല്ലോ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അവിടെ ഒന്ന് വളച്ച് റെഡിയാക്കി എടുക്കണം. അത് ഇതുപോലെ തന്നെ വളച്ച് നമ്മൾ ഹൂക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം അതിനൊന്ന് വളച്ച് വെക്കണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മോതിരത്തിൻ്റെ ആ ഒരു രീതിയിൽ നമുക്കതിനെ വളച്ചെടുക്കണം. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ അതിനൊന്ന് കറക്റ്റ് രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണത്തിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഹുക്ക് ഇതുപോലെ ഇങ്ങോട്ടാണ് തിരിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വേണം അടുത്ത ഹൂക്ക് വെക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു മോതിരം ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ കൈമൊക്കെ എടുക്കുന്ന മോതിരത്തിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ വരണം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം അടുത്തത് വളഞ്ഞിരിക്കാനായിട്ട്. അതുപോലെ നമ്മളൊന്ന് കറക്റ്റ് ആക്കിയിട്ട് വളച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് മാറാണ്ട് ശ്രദ്ധിക്കണം. അടിഭാഗത്ത് ഷേപ്പ് മാറാതെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് പറ്റില്ല ഈ ഒരു സൈസിൽ, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ മോളുടെ സൈസിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കോപ്പർ വയർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ ഓക്കെ അല്ലേ നോക്കുക. അത് കറക്റ്റ് 2 സൈഡിലും ഓപ്പോസിറ്റായിട്ട് വന്നിട്ടില്ലേ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കൂടി റെഡിയാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സിമ്പിൾ മെത്തേഡിൽ യൂസ് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇതുമ്പോൾ സ്റ്റോണും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ആ 2 ഹോളിൽ ഓരോ സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ റെഡും ബ്ലാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ റെഡ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ B7000 ഗ്ലൂ ഒന്ന് ജസ്റ്റ് അതിലൊന്ന് കൊടുക്കുക, ഹോളിലേക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഹാഫ് ബീഡാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മോഡലുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇത് മുമ്പ് ചെയ്തത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി കാണുക. ഇനിയുള്ള മോഡലുകൾ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾ കണ്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ മേക്കിംഗ് ക്ലാസ് ഇന്നത്തോടെ കൂടി തീരെയാണ്. അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റിൽ ഫുൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ക്ലാസ്
ക്ലാസ്സും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.